ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 4 പേര് ചേർന്ന് ഒരു തളർവാദ രോഗിയെ സൗഖ്യത്തിനായിട്ട് കൊണ്ടുവരുന്ന ആത്മീയ ചിന്ത. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. 4 പേരിൽ ഒരാളാകാനുള്ള വിളിയേകി ഞങ്ങളെ അനുഗ്രഹിക്കണം. തമ്പുരാനെ, പ്രതിസന്ധികൾ അനുഗ്രഹത്തിലേക്കുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുമ്പം ഞങ്ങളെയും ഈ ആത്മീയ വെളിച്ചത്തിൻ്റെ പ്രഭയാൽ പ്രകാശിപ്പിക്കണേ. ഈ വചനം ജീവിതത്തിലേക്ക്, ജീവിതാന്തസ്സിലേക്ക് വെട്ടം പ്രദാനം ചെയ്യുന്ന ഒന്നാക്കി രൂപാന്തരപ്പെടുത്തണേ. അമ്മേ മാതാവേ, വിശുദ്ധരെ പ്രാർത്ഥിക്കണേ. പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ സുന്ദരമായ ഒരു ജീവിതത്തിൻ്റെ ചിത്രം അവതരിപ്പിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ആൾക്കൂട്ടത്തിനിടയിൽ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അടുക്കാൻ കഴിയാത്ത വിധം തടസ്സങ്ങൾ നേരിട്ടപ്പം 4 പേര് കൂടി മേൽക്കൂര പൊളിച്ച് തമ്പുരാൻ നിൽക്കുന്നിടത്തേക്ക് ഒരു തളർവാദ രോഗിയെ സൗഖ്യത്തിനായിട്ട് കെട്ടിയിറക്കുകയാണ്. ഒരുപക്ഷെ മാനുഷികമായിട്ട് നോക്കിയാൽ ഈശോയുടെ അരികിലേക്ക് എത്താനായിട്ടുള്ള തടസ്സങ്ങളെ ഒരു ദൈവിക കണ്ണോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന അത്ഭുതത്തിൻ്റെ, അടയാളത്തിൻ്റെ ഒരു നേർസാക്ഷ്യമായി ഈ തിരുവചനത്തെ വായിച്ചെടുക്കണം. ഒഴികഴിവുകൾ ഒരുപാട് പറയാനുള്ള സാധ്യതകളുടെ മുമ്പിൽ ആ ഒഴികഴിവുകളെ പുതുസാധ്യതകളായിട്ട്, തടസ്സങ്ങളെ പുതുവഴികളായിട്ട് വെട്ടിത്തുറന്ന് കടന്നു പോകുന്ന 4 ജീവിതങ്ങളാണ് നമ്മുടെ മുമ്പിലെ ധ്യാന വിഷയം. അവിടെ നമ്മൾ തിരിച്ചറിയണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വിളിയും നിയോഗവും എന്ന് പറയുന്നത് ഈ 4 പേരിൽ ഒരാളാകാനായിട്ടുള്ളതാണ് എന്ന് വിസ്മരിക്കാൻ പാടില്ല. എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും ആൾക്കൂട്ടത്തിനിടയിലാണ്, എല്ലാവരും തടസ്സങ്ങളുടെ പേരിൽ, പ്രതിസന്ധിയുടെ പേരിൽ ഭയത്തോടെ, ഭാരത്തോടെ പിൻവലിയുമ്പം ഈ തിരുവചനം പറയാണ്, 4 പേരിൽ ഒരാളാകാനായിട്ട് തീരുമാനമെടുക്കുന്നവൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ ജീവിതമാണ്. ഓ ഹെൻറിയുടെ ഒരില എന്ന് പറയുന്ന സുന്ദരമായൊരു ചെറുകഥയുണ്ട്. അതിങ്ങനെ: മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യൻ, അതേ മുറിയിൽ മറ്റൊരു ഭാഗത്ത് ഒരു കലാകാരൻ. ഈ മരണാസന്നൻ എന്നും പുറത്തേക്ക് നോക്കും. യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്, മഞ്ഞൊക്കെ നന്നായി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മരത്തിലെ ഇലകളിങ്ങനെ കൊഴിയണത് ഇയാൾ കൗതുകത്തോടെ വീക്ഷിക്കുക. അദ്ദേഹം ഇങ്ങനെ കൗതുകത്തോടു കൂടിയിട്ട് ഇല കൊഴിയുന്നത് വീക്ഷിച്ചിട്ട് ഓരോ ഇല കൊഴിയുന്നു, ഇനി 3-4 ഇലകൾ മാത്രം അയാൾ മനസ്സിൽ തീരുമാനിക്കുകയും തൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ മരത്തിലെ എല്ലാ ഇലകളും കൊഴിയുന്നതോടെ എൻ്റെ കാര്യം തീരുമാനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനത്തെ ഇലയും കൊഴിയാറായി. അദ്ദേഹം രാത്രിയിൽ കിടക്കുമ്പം ഇങ്ങനെ മനസ്സിൽ തീരുമാനിക്കുകയാണ്, നാളെ നേരം വെളുക്കുമ്പം ആ ഇല കൊഴിയും, എൻ്റെ കാര്യത്തിന് തീരുമാനമാകും, ഞാൻ മരിക്കും. ഇത് കേട്ട തൊട്ടടുത്ത കിടന്നിരുന്ന കലാകാരനായ മനുഷ്യൻ ജീവിതത്തിൽ, അദ്ദേഹം ന്യൂമോണിയൊക്കെ ബാധിച്ച് മരണാസന്നനായിട്ട് കിടക്കുകയാണെങ്കിലും അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. ഇയാളറിയാതെ ഒരു ഇലയുണ്ടാക്കി ആ മരത്തിൽ തൻ്റെ കലാസൃഷ്ടിയുടെ ഭാഗമായിട്ട് ഒന്ന് തുന്നിച്ചേർത്തിട്ട് ഈ മനുഷ്യനിലേക്ക് ഒരു പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ പൊൻകിരണം കൊടുക്കണം. അദ്ദേഹം അത് ചെയ്യുന്നു. രാത്രിയിൽ, ആ തണുപ്പുള്ള രാത്രിയിൽ ഏറെ ത്യാഗത്തോടു കൂടിയിട്ട് ആ മരത്തിൽ പോയി. അപ്പോഴത്തേക്കും ആ ഇല കൊഴിഞ്ഞിരുന്നു. അദ്ദേഹം ഒരു ഇല, തൻ്റെ കലാസൃഷ്ടിയായ ഇല അതിൽ കൊത്തി ഉണ്ടാക്കി, അതിൽ വെച്ച് തുന്നിപ്പിടിപ്പിച്ച് വന്ന് കിടക്കുകയാണ്. പിറ്റേന്ന് പ്രഭാതത്തിൽ ഇയാൾ ഉണർന്നു നോക്കുമ്പം, ഈ മരണാസന്നൻ നോക്കുമ്പം ആ ഇല കൊഴിഞ്ഞിട്ടില്ല. അയാൾക്കൊരു പ്രതീക്ഷയായി. പിന്നീട് അയാൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന മഹാത്ഭുതത്തിൻ്റെ കഥയുടെ ഒടുവിൽ കഥാകൃത്ത് പറയും, ഈ ഇല തുന്നിച്ചേർക്കാൻ പോയവൻ്റെ ജീവിതം ന്യൂമോണിയ കൂടുതലായി മരണപ്പെട്ട ജീവിതമായിട്ട് മാറി. വചനം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയണ്ടേ? 4 പേരിൽ ഒരാളാകാനായിട്ട് വിളിക്കുക. പണ്ടത്തെ നമ്മുടെ കാഴ്ചപ്പാടെന്നൊക്കെ പറഞ്ഞാൽ 4 കട്ടിലിന് 4 കാല് വേണം, കസേരയ്ക്കും അങ്ങനൊക്കെ തന്നെയാണ്. ഒരുവിധപ്പെട്ട നിലത്തുറപ്പിക്കുന്ന സാധനങ്ങൾക്കൊക്കെ 4 കാലിൻ്റെ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. പുതിയ കാലത്ത് മാഗ്നറ്റിക് ടെക്നോളജിയിൽ പോലും സാധനങ്ങളൊക്കെ എയറിൽ നിൽക്കും. അതുപോലെ ഒറ്റക്കാലിലൊക്കെ നിൽക്കാൻ കഴിയുന്ന ടെക്നോളജിയൊക്കെ ഡെവലപ്ഡായി.
അവിടെയാണ് തമ്പുരാൻ പറയണത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരൊറ്റ വ്യക്തിയുടെ നിലപാട് കൊണ്ട് ഒരു വ്യക്തിയിലേക്ക്, ഒരു സമൂഹത്തിലേക്ക് പുതിയ ദിശാബോധങ്ങളും ദർശനങ്ങളും പ്രദാനം ചെയ്യാൻ കഴിയും. ഇവിടെ 2 തടസ്സങ്ങളാണ് നമ്മൾ കാണേണ്ടത്. സൗഖ്യത്തിനായിട്ടുള്ള തളർവാദ രോഗിയുടെ ആ പ്രയാണത്തിൽ നാം കണ്ടുമുട്ടുന്നത് 2 തടസ്സങ്ങളാണ്. ഒന്നാമത്തെ തടസ്സം ആൾക്കൂട്ടമാണ്. അതിൽ ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകത, അവരിതിനെക്കുറിച്ചൊന്നും ബോധമല്ല. ഇപ്പോഴത്തെ ഒരു പുതിയ സംസ്കാരം പോലെ അങ്ങനെയാണ്. ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന ആധുനിക സംസ്കാരത്തിൻ്റെ മുമ്പിൽ ഈ തിരുവചനം പറയാണ്, നീ നിൻ്റെ ജീവിതത്തിൽ ആൾക്കൂട്ടത്തെ പ്രതി, ആൾക്കൂട്ടത്തെ കണ്ടിട്ട് ഇത്തരം പ്രവർത്തികൾ ഒഴികഴിവായി മാറിയാൽ, എടുക്കേണ്ട അനുഗ്രഹത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കാതിരുന്നാൽ അത് അപകടകരമാണ്. കല്യാണത്തിന് എനിക്കിഷ്ടമുള്ള വേഷം ധരിച്ചാൽ എന്തേ എന്നൊരു പെൺകുട്ടി മാതാപിതാക്കളോട് ചോദിച്ചു. സങ്കടത്തോടു കൂടിയിട്ട മാതാപിതാക്കൾ പറഞ്ഞത്, അവൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കുമ്പം ഞങ്ങൾക്കത് ഭാരമാകും, അത് വേഷം കെട്ടായി തോന്നും, എന്തു പറയണം? ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞത്, നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഒരു താല്പര്യത്തിലേക്ക് മാത്രം നീ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പം നിന്നെ ജന്മം നൽകി വളർത്തി വലുതാക്കി ഇന്നോളം നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഓരോ ഇഴയിലും അനുഗ്രഹമായി മാറിയ ആ മാതാപിതാക്കൾക്ക് വിലയില്ലാണ്ടായിട്ട് മാറാൻ പാടില്ല. അവർക്ക് നീ വില കൊടുത്താൽ നീ നിന്റെ ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു സൗഹൃദ ബന്ധ കാഴ്ചപ്പാടിൻ്റെ ലോകത്തുനിന്ന് തെല്ലൊന്നു മാറാൻ തീരുമാനമെടുത്താൽ അത് അത്ഭുതത്തിനും അനുഗ്രഹത്തിനും അടയാളത്തിനും കാരണമായിട്ട് മാറും. അതുകൊണ്ട് ആൾക്കൂട്ടം ഒരു വലിയ തടസ്സം. ഇന്ന് പലരും ചിന്തിക്കണത്, ആളുകൾ എന്തു കരുതുമെന്ന് ചിന്തിച്ചിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെയും നന്മകളെയും ഒക്കെ ഞാൻ തടയാനായിട്ടും അതിന് വേണ്ടും വിധം ചെയ്യാതിരിക്കാനായിട്ടും ശ്രമിക്കുമ്പം എന്നിലേക്ക് ദൈവം ചൊരിയുന്ന സൗഖ്യത്തിൻ്റെ കൃപ നഷ്ടപ്പെടുകയാണ്. ഈ തളർവാദ രോഗി സുഖപ്പെടുക എന്നത് എൻ്റെ കൂടെ പങ്കാളിത്തം കൊണ്ട് സാധ്യമാകേണ്ട ഒന്നാണെന്ന് തമ്പുരാൻ അറിയാമായിരുന്നു. നമ്മുടെ വീട്ടിലും ഈ ആൾക്കൂട്ടം ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും. ആൾക്കൂട്ടം എന്ന് പറയുമ്പം വലിയ ജനത്തിരക്കൊന്നും അർത്ഥമില്ല. അപ്പൻ്റെ രൂപത്തിലും അമ്മയുടെ രൂപത്തിലും സഹോദരൻ്റെയും സഹോദരിയുടെയും അയൽക്കാരൻ്റെയും ബന്ധുവിൻ്റെയും അടുപ്പമുള്ളവൻ്റെയും ഇനി സോഷ്യൽ മീഡിയ സൗഹൃദത്തിൻ്റെ പേരിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ചില ആൾക്കൂട്ടങ്ങളൊക്കെ കടന്നു വന്നിട്ട് അനുഗ്രഹം കിട്ടേണ്ട വ്യക്തികളെയും സാധ്യതകളെയും തടസ്സപ്പെടുത്തിയേക്കാം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ ആത്മബലം. അതാണ് തിരുവചനം പറയണത്, നിനക്ക് 4 പേരിൽ ഒരാളാകാൻ പറ്റൂ. നിനക്ക് ഈ അപൂർണതയെ പൂർണ്ണതയാക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ അനന്ത സാധ്യതയെ ഉപയോഗിക്കാൻ പറ്റുമോ? എൻ്റെ ജീവിതം അത്ഭുതത്തിൻ്റെ വഴി തുറക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് ഇണങ്ങുന്ന ഒന്നായിട്ടും മാറും. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു തടസ്സം എന്ന് പറയുന്നത് മേൽക്കൂരയാണ്. എന്നുവെച്ചാൽ മേലെ ആകാശം എന്ന് പറയുന്ന ഒരു തുറവയിൽ നിന്ന് ഇന്നും വല്ലാണ്ട് മനുഷ്യരിങ്ങനെ ഈ കെട്ടുപാടുകൾക്കിടയിൽ, അതായത് മുകളിൽ നിന്നും വശങ്ങളിൽ നിന്നുമൊക്കെ അടച്ചുമൂടപ്പെട്ടൊരു ഇടത്തിലേക്ക് ജീവിതം മാറിയിരിക്കുകയാണ്. ഈ മേൽക്കൂര പൊളിക്കാനായിട്ട് ആകാശത്തിൻ്റെ അനന്തവിഹായസനെ ഒന്ന് വിടർത്താനായിട്ടൊക്കെ പറ്റിയാൽ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ വല്ലാണ്ട് വികസിക്കും. വാതിലെന്ന വാക്കിൻ്റെ അർത്ഥം വാ ഇതിലെ എന്നാണ്. എന്നാൽ ഇന്ന് വാതിലിൻ്റെ ഉപയോഗം തന്നെ മാറിപ്പോയിരിക്കുകയാണ്. പഴയകാലത്തെ വീടിനൊക്കെ, നമ്മുടെ പഴയകാലത്തെ വീടൊക്കെ നോക്കിയാൽ അതിനിങ്ങനെ 2 പാളി, 4 പാളി വാതില, 2 പാളി താഴത്തും 2 പാളി മുകളിലും. ആ മുകളിലത്തെ പാളി അടച്ചിടുന്നൊരു സംസ്കാരമേ ഇല്ല. ഇപ്പം കംപ്ലീറ്റ് മാറി. ഇപ്പം എല്ലാവരും വാതിൽ അടച്ചിടുകയാണ്. വാതിലെന്ന കൺസെപ്റ്റ് പോലും ഇന്ന് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് പുറത്തു പോയപ്പം തമ്പുരാൻ കൃത്യതയോട് കൂടിയിട്ട് പറയുകയാണ്, വാതിലെന്നാൽ വാ ഇതിലെയാണ്. ഞാനാണ് ആടുകളുടെ വാതിലെന്ന് പറഞ്ഞിട്ട് ക്രിസ്തു ഈ വാതിലിൻ്റെ പ്രത്യേകതയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇടയൻ്റെ ജീവിതമെന്ന് പറയുന്നത് വാതിൽക്കൽ കാവലിരിക്കുന്ന ജീവിതമാണ്. തുറവയിലേക്കുള്ള എല്ലാ സാധ്യതകളെയും ജീവിതത്തിലേക്ക് പകരുന്ന ജീവിതമാണ്. അവിടെയാണ് തമ്പുരാൻ പറയണത്, വാതിലിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റണം. മേൽക്കൂരകളെ ഒഴിവാക്കാനായിട്ട് തീരുമാനമെടുക്കും. മേൽക്കൂര മാറിയാൽ പിന്നെ ആകാശത്തെ കാണാനും അനന്തതയെ വീക്ഷിക്കാനും ഒക്കെ കഴിയുന്ന വലിയൊരു സാധ്യതയിലേക്ക് നമ്മൾ എത്തുകയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർമ്മിക്കണം, നമ്മുടെ ഈ ചെറുജീവിതം കൊണ്ട് പലപ്പോഴും ഈ 4 പേരിൽ ഒരാളാകാനായി കിട്ടുന്ന വിളിയെ ഗൗരവത്തിലെടുക്കാതെ നമ്മൾ ജീവിച്ച് കടന്നു പോകുമ്പം ഒരു പാഴ്ജീവിതമായിട്ട് മാറും. ഒരു സാധാരണ ജീവിതത്തിൽ നിന്നും ഉപരി നന്മയിലേക്ക്. മേക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്ന MAD എന്ന് പറയുന്ന സംഘടന തന്നെയുണ്ട്.
അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത, വാട്ട് ക്യാൻ ഐ ഡു ടു ചേഞ്ച് ദ വേൾഡ്? ലോകത്തെ ഒന്നും മാറ്റാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേക്ക് എ ഡിഫറൻസ്, മേക്ക് എ ഡിഫറൻസ് എന്ന് വെച്ചാൽ ചിന്തയിലും കാഴ്ചപ്പാടിലും ദർശനങ്ങളിലുമൊക്കെ തെല്ലൊന്നും മാറി ചിന്തിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സന്നദ്ധതയുണ്ടാകുമ്പം നമ്മുടെ ജീവിതം അത്ഭുതമുള്ള ജീവിതമായിട്ട് മാറും. രോഗിയായി കിടക്കുന്ന മകന് കാവലിരുന്ന ഒരു കഥാകൃത്തിൻ്റെ ജീവിതക്കുറിപ്പിൽ ഇങ്ങനെ വായിക്കുകയാണ്. തെല്ലു മാനസിക രോഗമുള്ള ഒരു പെൺകുട്ടി വന്ന് എന്നും വാതിൽക്കൽ മുട്ടിയിട്ട്, ഇന്ന് എന്താ നീ സ്പെഷ്യലായിട്ട് ചെയ്തതെന്ന് ഈ കഥാകൃത്തിനോട് ചോദിക്കും. ഇന്ന് എന്താ സ്പെഷ്യലായിട്ട് ചെയ്തത്? അദ്ദേഹം ഇങ്ങനെ ആദ്യം ഇതൊരു ഭ്രാന്തിയാണ്, സ്ഥിരമില്ലാത്തൊരു വ്യക്തിയാണെന്നൊക്കെ കരുതിയിട്ട് പിന്നീട് അദ്ദേഹം പറയാണ്, അവളാണ് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസപ്പെട്ട ഒരു ദർശനത്തിന് വേണ്ടിയുള്ള വഴികളും സാധ്യതകളുമൊക്കെ തുറന്നതും ചൂണ്ടിക്കാട്ടിയതും അനുഗ്രഹമായി നൽകിയതും. ഇത്ര വലിയ അത്ഭുതമാണെന്ന് നോക്കി. നമ്മളിങ്ങനെ വെറുതെ ഈ ഒഴുക്കിനൊത്ത് ജീവിച്ച് കടന്നു പോകുമ്പം നമ്പുരാൻ പറയാണ്, ഒഴുക്കിനൊത്തു ജീവിച്ചു കടന്നു പോകുന്ന ദർശന വഴിയിൽ നിന്ന് ഈ വ്യത്യാസപ്പെട്ട പുതുസാധ്യതകളിലേക്ക് 4 പേരിൽ ഒരാളാകാൻ കഴിയുന്ന ദർശനത്തിലേക്ക് എത്താൻ പറ്റുമോ? എത്തിയാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. ഈ മാറ്റമാകട്ടെ നമ്മുടെ ഉൾവിളി. ഇതൊരു ഉൾവിളിയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തോന്നുന്ന ഒരു ഉൾവിളിയാണ്. ഇലോൺ മസ്ക് എന്ന് പറയുന്നവൻ ചുമ്മാ കുറേ സ്വപ്നങ്ങൾ കണ്ട് ബഹിരാകാശത്തേക്ക് ടൂറിസം നടത്തുന്ന സ്വപ്നമൊക്കെ കണ്ടവൻ ഇന്നതിൻ്റെ സാധ്യതകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വചനം പറയാണ്, മനുഷ്യ, നിന്നിൽ അനന്തമായ സാധ്യതയുണ്ട്. നിൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ സ്വപ്നത്തിനിണങ്ങുന്ന വിധം ഈ സർവ്വബാധ രോഗിയുടെ ജീവിതം സൗഖ്യത്തിലേക്ക് എത്തിയത് ഈ 4 പേരുടെ ജീവിതത്തിൻ്റെ ഇടപെടൽ വഴിയാണ്. നിൻ്റെ ഇടപെടൽ വഴി, നിൻ്റെ തിരിച്ചും വ്യത്യാസപ്പെട്ടുമുള്ള കാഴ്ചപ്പാട് വഴി, നീ എടുക്കുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഒരു സ്റ്റെപ്പ് വഴിയായിട്ട് നിനക്ക് മാറ്റം ഉണ്ടാവും. ഖലീൽ ജിബ്രാനൊക്കെ പറയണത് പോലെ ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് നീ ഒരു ചുവടെടുത്ത് വയ്ക്കുമ്പം 1000 ചുവട് നിൻ്റെ അരികിലേക്ക് വെച്ച് നിന്നെ വാരിപ്പുണരുന്ന ഒരു ദൈവം. 4 പേരിൽ ഒരാളാകണം. വെറുതെ ജീവിച്ച് കടന്നുപോയിട്ട് എന്താ കാര്യമുള്ളത്? എന്തെങ്കിലുമൊക്കെ തിരുശേഷിപ്പുകൾ അവശേഷിപ്പിച്ചിട്ട് വേണം ഈ കാലത്ത് കടന്നു പോകാനായി. വെറുതെ ജീവിക്കുന്നവർ വല്ലാണ്ട് കൂടിയൊരു കാലത്ത്, ചുമ്മാ കടന്നു പോകുന്നവർ ഒരുപാടുള്ളൊരു കാലത്ത്, തെല്ല് വ്യത്യാസപ്പെട്ട ഈ 4 പേരുടെ ദർശന വഴികളിലേക്ക് ജീവിതത്തെ ഒന്ന് മാറ്റിയ നാം ഒരു അത്ഭുതമാകും. വിശുദ്ധർ ഈ ആത്മീയ വഴിയുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ നൽകുന്നവരാണ്. ആഗ്രഹത്തോടെ നമുക്കും ചോദിക്കാം, അഭിഷേകത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. ഈ നിലപാടിന് വേണ്ടി, ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തെ കുറേയും കൂടെ അനുഗ്രഹീതമാക്കണമേ. 4 പേരിൽ ഒരാളാകാനുള്ള വിളിയെ തിരിച്ചറിയാനും ആനുപാതികമായിട്ട് ജീവിച്ച് പങ്കുവെപ്പിൻ്റെ ദർശനം കൊണ്ട് അതിനെ സുന്ദരമാക്കാനും കൃപയേകണേ. എന്നിലൂടെ മാത്രം സാധ്യമാകേണ്ട പുതുസാധ്യതകളെ തുറക്കണേ ഈശോയെ. എന്നെ അസീസിയിലെ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചതുപോലെ നിൻ്റെ കയ്യിലെ ഉപകരണമാക്കണമേ. കൊച്ചരസ്യ പുണ്യവതിയുടെ പ്രാർത്ഥന പോലെ കരങ്ങളിൽ ഉപയോഗിക്കാൻ തക്ക വിധം ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ.